നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം വിളംബര ജാഥ സംഘടിപ്പിച്ചു. വികസിത തൃശൂർ സംസ്ഥാനത്തിന് നിർണായകമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവർ സ്ഥാനാർത്ഥികളായി ഒല്ലൂരിന് വേണ്ടെന്ന് സേവ് കോൺഗ്രസ് പോസ്റ്റർ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം മാറ്റിവെച്ച് ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം കൈമാറി ചെമ്പംകണ്ടം ഗ്രാമം. വാർത്തകൾ വിശദമായി. 46ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. ടൗൺ വെസ്റ്റ് സബ് ഇൻസ്പെക്ടർ ജോജോ ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കലോത്സവ കമ്മിറ്റി ജനറൽ കൺവീനറും ഹൈസ്കൂൾ സൂപ്രണ്ടുമായ P. ജയപ്രസാദ്, CB ബൈജു, ജോഷി വളപ്പില, S. ശ്രീകുമാർ, NG സുബ്രതകുമാർ എന്നിവർ നേതൃത്വം നൽകി. 22 മുതൽ 25 വരെ സംസ്ഥാനത്തെ 44 ടെക്നിക്കൽ IHRD സ്കൂളുകളിൽ നിന്നായി 1500 കുട്ടി കലാകാരന്മാർ 52 ഇനങ്ങളിൽ പങ്കെടുക്കും. തൃശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ, ടൗൺ ഹാൾ, സാഹിത്യ അക്കാദമി എന്നിവിടങ്ങളിലായി 8 വേദികളിലായാണ് മത്സരം. 22-ന് വൈകുന്നേരം 5-ന് ടൗൺ ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ ഫാഷൻ ഷോയും അരങ്ങേറും. 25-ന് വൈകുന്നേരം 3-ന് കലോത്സവ സമാപനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. വികസിത തൃശൂർ സംസ്ഥാനത്തിന് നിർണായകമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. കൊച്ചി, കോഴിക്കോട് ഇടനാഴിയിലെ പ്രധാന നഗരമായ തൃശൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാൻ കോർപ്പറേഷൻ കൗൺസിലർമാരോട് മാർ ആൻഡ്രൂസ് താഴത്ത് ആഹ്വാനം ചെയ്തു. തൃശൂർ കോർപ്പറേഷന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് അതിരൂപത കേന്ദ്രത്തിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മാർ താഴത്ത്. നഗരത്തിൽ അത്യാവശ്യമായ റിംഗ് റോഡുകൾ, സ്വരാജ് റൗണ്ടിന്റെ കവാടങ്ങളായ കിഴക്കേക്കോട്ടയിലും പടിഞ്ഞാറേക്കോട്ടയിലും ഫ്ലൈ ഓവറുകൾ, വനിതാ സൗഹൃദ നഗരത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ, വിദ്യാഭ്യാസ, വാണിജ്യ, സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിനെ കൂടുതൽ വളർത്തി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള ഊർജിത ശ്രമങ്ങൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ചാണ് മാർ ആൻഡ്രൂസ് താഴത്ത് കൗൺസിലർമാരുമായി സംവദിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ കൗൺസിലിന്റെ ആദ്യ യോഗം നാളെ നടക്കാനിരിക്കെ ഇന്നത്തെ സമ്മേളനം ശരിയായ ദിശാബോധവും പ്രചോദനവും നൽകുന്നതായിരുന്നു എന്ന് മേയറും ഡെപ്യൂട്ടി മേയറും മറ്റ് കൗൺസിലർമാരും അഭിപ്രായപ്പെട്ടു. സമൂഹത്തിന്റെ പൊതുനന്മയ്ക്കായി എന്നും നിലകൊള്ളുന്ന തൃശൂർ അതിരൂപത കോർപ്പറേഷൻ കൗൺസിലിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും പിന്തുണ വാഗ്ദാനം ചെയ്തു. സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, കൗൺസിലർമാരായ ഹിരൺ TR, രഘുനാഥ് C. മേനോൻ, ML റോസി, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ കൗൺസിലർമാർക്കും അതിരൂപത കേന്ദ്രത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് ആശംസകൾ നേർന്നു. ഏത് മതവിഭാഗമായാലും ഏത് പ്രത്യയശാസ്ത്രമായാലും നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ ഉള്ള ഭരണ സംവിധാനത്തിൽ ഒരേ മണ്ണിലുള്ള ജീവിതത്തെ ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ളവരാണ്, നേതൃത്വം നൽകാനുള്ളവരാണ് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശുശ്രൂഷ എന്ന് പറയാറുണ്ട്. ശുശ്രൂഷയെ പ്രത്യേകമായിട്ട് ഞാൻ അഭിപ്രായത്തെ എൻ്റെ ആദരവ് അർപ്പിക്കും. ഇവിടെ ഈ കുടക്കീഴിൽ എല്ലാവരും ഓരോ ടെൻഷനാണ്. ഇപ്പോഴാണ് ശാന്തമായിരുന്നു. ഇന്ന് എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുന്നത് സുദിനം കൂടിയാണ്. പിന്നെ ജഗബോഗ ആവോ എന്താണെന്നുള്ളത് അറിഞ്ഞോടൊപ്പം ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിതാവ് സൂചിപ്പിച്ച പോലെ തന്നെ അതിരൂപതയ്ക്ക് മാത്രമല്ല പൊതുജനത്തിന് നമ്മളിൽ വലിയ പ്രതീക്ഷയുണ്ട്. ടീം കോർപ്പറേഷൻ 2025 അടുത്ത 5 വർഷത്തിനുള്ളിൽ 2030 എന്തെല്ലാം ചെയ്യും എന്നുള്ളത് നമുക്ക് വോട്ട് ചെയ്ത ആളുകൾ നോക്കി കാണുകയാണ്. അപ്പോൾ തൃശ്ശൂരിനെ നമുക്ക് ഇനിയും വളർത്തണം. നമുക്ക് അറിയാം, പല രംഗങ്ങളിലും തൃശ്ശൂർ എന്നും മുന്നിൽ നിന്നിരുന്നതാണ്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് കേരളത്തിൽ, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിൽ നിന്നിരുന്നത് തൃശ്ശൂരാണ്. ഇപ്പോൾ ടെക്സ്റ്റൈൽസിന് പോലും നമ്മൾ എല്ലാവരും എറണാകുളത്ത് തന്നെ എറണാകുളത്തൊക്കെ
വസ്ത്രങ്ങൾ വാങ്ങിക്കണമെങ്കിൽ തൃശ്ശൂരിലാണ് വന്നിരുന്നത്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവർ സ്ഥാനാർത്ഥികളായി ഒല്ലൂരിന് വേണ്ടെന്ന് സേവ് കോൺഗ്രസ് പോസ്റ്റർ. തൃശൂർ പ്രസ് ക്ലബ്ബ് പരിസരം, ഒല്ലൂർ ടാക്സി സ്റ്റാൻഡ്, പോലീസ് സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിൽ വ്യാപകമായി പതിച്ച പോസ്റ്ററിന് പിന്നിലെ വ്യക്തി ആരെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യനെ ശക്തമായി പിന്തുണയ്ക്കുന്നതായി പോസ്റ്റർ വ്യക്തമാക്കുന്നു. PR ഫ്രാൻസിസിന് ശേഷം ഒല്ലൂരിൽ ലീലാമ്മ തോമസ് മാത്രമാണ് പ്രാദേശിക സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ലീലാമ്മ തോമസ് വിജയിച്ചില്ല. എന്നാൽ മണ്ഡലത്തിന് പുറത്തുനിന്നുമെത്തിയ PP ജോർജ്, രാഘവൻ പുഴക്കടവിൽ, MP വിൻസെന്റ് എന്നിവർ മത്സരിച്ചു ജയിച്ചു. ഇനി മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവർ മത്സരിക്കാൻ വരേണ്ട എന്ന് പറയുന്നവർ മണ്ഡലത്തിനുള്ളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുമെന്ന ഉറപ്പ് നൽകുന്നില്ല. ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്ന ഷാജി കോടങ്കണ്ടത്ത്, രാജൻ ജെ പല്ലൻ, MP വിൻസെന്റ്, ജോസഫ് ടാജറ്റ് എന്നിവരുടെ സാധ്യത മുളയിലെ നുള്ളുക എന്നതാണ് പോസ്റ്ററിന് പിന്നിലെ താൽപ്പര്യമെന്ന് വേണം അനുമാനിക്കാൻ. മണ്ണുത്തി നെല്ലങ്കര റോഡിലെ പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടി എടുത്ത കുഴികൾ അടച്ച് അടിയന്തരമായി റീടാറിംഗ് നടത്താത്ത PWD അധികൃതരുടെ അനാസ്ഥയിൽ നാട്ടുകാരുടെ കനത്ത പ്രതിഷേധം. തൃശൂരിൽ നിന്ന് മണ്ണുത്തിയിലെത്താൻ വാഹനത്തിരക്കില്ലാത്ത റോഡായതിനാൽ നിരവധി വാഹനങ്ങളും ഭാരവാഹനങ്ങളും ഈ റോഡ് നിരന്തരം ഉപയോഗിക്കുന്നുണ്ട്. റോഡ് വീതി കുറവായതിനാൽ വൈദ്യുതി പോസ്റ്റുകൾ മിക്കവയും റോഡിനോട് ചേർന്ന് തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുമൂലം നിരവധി അപകടങ്ങൾ സ്ഥിരമായി സംഭവിക്കുന്നു. ഈ റോഡിലൂടെ കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് സ്കൂൾ കുട്ടികളുടെ ജീവനും ഭീഷണിയാണ്. റോഡരികിലെ വീട്ടുകാർ പൊടിശല്യം മൂലം നിത്യവും റോഡിന് മുന്നിലെ റോഡ് നനയ്ക്കുന്നത് കാണാം. മാസങ്ങളായി ഈ റോഡുകൾ തകർന്നു കിടക്കുന്നത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന തൃശൂർ MLAയും ജനപ്രതിനിധികളും പൊതുമരാമത്തും ജനങ്ങളോട് ചെയ്യുന്ന അനീതിയും അതിനപ്പുറം ഒരു വെല്ലുവിളി കൂടിയാണ്. കാരണം പൈപ്പിടാൻ റോഡ് പൊളിച്ച വാട്ടർ അതോറിറ്റി റോഡ് ടാറിംഗ് നടത്താത്തത് നാട്ടുകാരോടുള്ള വെല്ലുവിളി തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡ് റീടാർ ചെയ്ത് അപകടങ്ങൾ ഒഴിവാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ രോദനം അധികാരികൾ ഇനിയെങ്കിലും കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതെ, ഞങ്ങളിവിടെ വർഷാപ്പ് നടത്തുന്നതാണ്. ഒരു 5 മാസത്തോളം അധികമായി ഞങ്ങൾ ഈ പൊടി തിന്നിടുന്നു. ഇനിയിപ്പോൾ ഓരോരുത്തർക്ക് ശ്വാസമുട്ടും ചുമയും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. ഇതിനൊരു പരിഹാരം ദയവ് ചെയ്ത് ഏതെങ്കിലും ഭാഗത്തുണ്ടാവണം. ഇനി ഇത് നയം പറയാം. ഞാനിവിടുത്തെ വർഷാപ്പിലത്തെ പെയിന്റിംഗ് വർഷാപ്പുണ്ട്. ഈ പൊളിച്ചിട്ട് ഈ പൊടികൾ മൂലം എനിക്ക് വണ്ടിയൊന്നും ചെയ്യാനും പറ്റാണ്ട് എന്നും കംപ്ലൈൻറ്റാ ആൾക്കാരുടെ കയ്യിലുള്ളത്. ഇതെന്ന് ചോദിക്കുമ്പോൾ പറയും നാളെ തരും റോഡ് പാസ്സായിട്ടുണ്ടെന്ന് പറയും. റോഡിന്റെ പണി നടക്കുന്നില്ല. പൈപ്പിന്റെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറയും അവർ ഇവിടെ കോർപ്പറേഷനിൽ പൈസ കിട്ടിയിട്ടുണ്ട്, അവരിങ്ങനെ ഓരോന്നും പറഞ്ഞ് നീട്ടി കൊണ്ടുപോകാം. ഞങ്ങൾക്കാണെങ്കിൽ 5 മാസമായിട്ട് ഈ പണി ചെയ്യാനും പറ്റാനുള്ള ഈ വാഹനങ്ങളൊക്കെ കിടക്കുകയാണ്. എന്നും പരാതിയാണ്, എന്നും പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് വരുന്നത്. ആദ്യം ചുവന്ന പൊടി, പിന്നെ ഒക്കെയാണ്. ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ വെള്ളം നനച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ പണി നടക്കുന്നത്. ഇതൊരു പരിഹാരം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്ന് ഞങ്ങൾ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായി വോട്ട് ചോരിയുടെ കേരള പതിപ്പിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തൃശൂർ നിയോജക മണ്ഡലത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 150, 151, 155, 157, 163, 166 എന്നീ 6 ബൂത്തുകളിലായി 374 പേരെ അകാരണമായി വെട്ടിമാറ്റാത്തതാണ് BJP ഫോം 7 അപേക്ഷ വ്യാപകമായി നൽകിയിരിക്കുന്നത്. കൃത്യമായി UDF വോട്ടുകൾ മാർക്ക് ചെയ്താണ് ഇവർ നീക്കം നടത്തുന്നത്. 166 ബൂത്ത് BLO തേജസ് തോമസിന്റെ മകനെ പോലും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ BJP അപേക്ഷ നൽകിയിട്ടുണ്ട്. CPM ഇതിന് ഒത്താശ ചെയ്യുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF മുന്നേറ്റം ഇരു മുന്നണികൾക്കും ആശങ്കയും അങ്കലാപ്പും ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് പിൻവാതിലിലൂടെ വോട്ടർ പട്ടികയെ ഹൈജാക്ക് ചെയ്യുന്നത്. SIR നടപടികൾ ആരംഭിച്ചപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത അനേകായിരങ്ങളെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടറും ഇടപെട്ട് അന്വേഷണം നടത്തണം. ഈ ആവശ്യമുന്നയിച്ച് ജില്ലാ കളക്ടർക്ക് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു.
എല്ലാ ബൂത്തുകളിലും ഇതേ രീതിയിൽ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമം ഉണ്ടായത് വിവാദമായപ്പോൾ പിൻവാങ്ങിയതാണെന്നും നടപടിക്രമങ്ങൾ പാലിക്കാതെ വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ഫോം 7 അപേക്ഷകൾ സമർപ്പിച്ച BJP നേതാക്കൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മാടക്കത്തറയിലേക്ക് കശുമാവ് മൂല പവർ ഗ്രിഡ് വഴി മാടക്കത്തറ സ്കൂൾ വരെയുള്ള റോഡ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത് ആര്? എന്ന് നന്നാക്കും? മണ്ണുത്തിയിൽ നിന്നും ചിറക്കേക്കോട് ഭാഗത്തേക്കുള്ള റോഡ് കശുമാവ് മൂല മുതൽ പവർ ഗ്രിഡ് വഴി മാടക്കത്തറ സ്കൂൾ വരെ ഏതാനും ദിവസം മുൻപ് ടാറിംഗ് നടത്തിയ ശേഷമാണ് സ്വകാര്യ കേബിൾക്കാരും KSEBയും കുത്തിപ്പൊളിച്ച് കേബിൾ സ്ഥാപിച്ചത്. റോഡ് പണിയും മുമ്പ് ചെയ്യേണ്ട ജോലി റോഡ് പണി കഴിഞ്ഞതിനു ശേഷം നടത്തുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് നാട്ടുകാർ സംശയിക്കുന്നു. റോഡ് പൂർവ്വസ്ഥിതിയിൽ ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കാതെ മാസങ്ങളായി ഇട്ടിരിക്കുകയാണ്. പൊങ്ങണങ്കാട് മുതൽ പാണ്ടിപ്പറമ്പ് വരെ റോഡ് പണി നടക്കുന്നതിനാൽ വാഹനങ്ങൾ മിക്കവയും ഈ റോഡിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അധികാരികൾ ആരും ഇതൊന്നും കണ്ട് അറിഞ്ഞ ഭാവമില്ല. നാട്ടുകാരുടെ ദുരിതത്തിന് ഇനി ആര് പരിഹാരമുണ്ടാക്കും? കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന ഈ റോഡ് ആര് എന്ന് നന്നാക്കും? മണ്ണുത്തിയിൽ നിന്നും ചിറക്കേക്കോട് ഭാഗത്തേക്കുള്ള റോഡ് കശുമാവ് മൂല മുതൽ പവർ ഗ്രിഡ് വരെ സ്വകാര്യ കേബിൾക്കാരും KSEBയും കുത്തിപ്പൊളിച്ച് കേബിൾ സ്ഥാപിച്ച ശേഷവും പൂർവ്വസ്ഥിതിയിൽ ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കാതെ മാസങ്ങളായിട്ടിരിക്കുകയാണ്. പക്ഷേ അധികാരികളാരും ഇതൊന്നും കണ്ട ഭാവമില്ല. ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ കത്തിയ ബൈക്കുകൾക്ക് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്ന്
ടൂ വീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രീമിയം പാർക്കിംഗ് എന്ന കൊള്ള അവസാനിപ്പിക്കുക, നഷ്ടപരിഹാരത്തിന് കമ്മീഷനെ വെക്കാം, അന്വേഷണം കഴിയട്ടെ എന്ന പതിവ് തട്ടിപ്പ് വഴി നഷ്ടപരിഹാരം നീട്ടിക്കൊണ്ടുപോകുന്ന തന്ത്രം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും അസോസിയേഷൻ ഉന്നയിച്ചു. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ, ജോണി പുല്ലോക്കാരൻ, NK കിരൺ, സജി ആറ്റത്ര, KC കാർത്തികേയൻ എന്നിവർ പങ്കെടുത്തു. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം മാറ്റിവെച്ച് ക്യാൻസർ രോഗിക്ക് ചികിത്സാ സഹായം കൈമാറി. വെട്ടുകാട് ചെമ്പംകണ്ടത്തെ എൻ്റെ നാട് നമ്മുടെ ഗ്രാമം കൂട്ടായ്മ മാതൃകയായി. ചെമ്പംകണ്ടം പ്രദേശത്തെ ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ നിർധനർക്ക് വേണ്ടി 1.5 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് എൻ്റെ നാട് നമ്മുടെ ഗ്രാമം കൂട്ടായ്മ. കഴിഞ്ഞ വർഷം ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി 1.5 ലക്ഷം രൂപ സമാഹരിച്ചു നൽകിയിരുന്നു. കൂടാതെ മറ്റ് പലവിധ സഹായങ്ങളും പലർക്കുമായി നൽകുകയും ചെയ്തു. കഴിഞ്ഞ ക്രിസ്മസ് പുതുവത്സരം ആഘോഷിക്കാൻ കൂട്ടായ്മ തയ്യാറെടുത്തിരുന്ന അവസരത്തിലാണ് ചെമ്പംകണ്ടത്തെ 22 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് കാൽമുട്ടിന് ക്യാൻസർ ബാധിച്ച് അമല ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഓപ്പറേഷന് 15 ലക്ഷം രൂപയോളം ചിലവ് വരും എന്ന വിവരം അറിയുന്നത്. ഇതോടെയാണ് സാമ്പത്തികമായി കഴിവില്ലാത്ത ആ കുടുംബത്തെ സഹായിക്കുന്നതിനായി മുൻ നിശ്ചയിച്ച ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ മാറ്റിവെച്ച് 1 മാസം കൊണ്ട് 4,55,000 രൂപ സമാഹരിച്ച് കൈമാറിയത്. ചെമ്പങ്കണ്ടത്ത് നടത്തിയ ചടങ്ങിൽ സംഘടനയുടെ സെക്രട്ടറി PS ആനന്ദൻ, വാർഡ് മെമ്പറും സംഘടനയുടെ രക്ഷാധികാരിയുമായ CK തിലകൻ, സംഘടനാ പ്രസിഡന്റ് KJ ഷിബു, ട്രഷറർ KV ബാബു എന്നിവർ ചേർന്ന് രോഗിയുടെ പിതാവിന് തുക കൈമാറിയത്. രക്ഷാധികാരി IJ തോമസ്, ട്രഷറർ KV ബാബു, മറ്റ് രക്ഷാധികാരികളായ PS ബാബു, KP ലിജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. 15-അംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഘടനയുടെ പ്രവർത്തനം. പാവപ്പെട്ടവർക്കും രോഗികളായ മുതിർന്ന പൗരന്മാർക്കും പ്രതിമാസം 10,000 രൂപ പെൻഷൻ നൽകണമെന്ന് വൺ ഇന്ത്യൻ വൺ പെൻഷൻ മൂവ്മെന്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളികൾക്ക് 620 രൂപയായി ദിവസവേതനം അനുവദിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ജനുവരി 21 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഏകദിന സത്യാഗ്രഹം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് N രാധാകൃഷ്ണൻ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യും. ബിജു M ജോസഫ്, വത്സൻ ജോൺ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ബിജു ജോസഫ്, സുരേന്ദ്രൻ ചങ്ങരോത്ത്, രാധാകൃഷ്ണൻ, മുരളീധരൻ, ഹാഷിം തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. മുതിർന്ന ഹോമിയോപ്പതി ഡോക്ടർമാരെ ആദരിച്ചു. ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് 40 വർഷത്തിൽ കൂടുതൽ സേവനം അനുഷ്ഠിച്ച തൃശൂരിലെ ഏറ്റവും സീനിയർ ഡോക്ടർമാരെ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരളയുടെ തൃശൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഹോട്ടൽ അലൈറ്റിൽ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ KB ദിലീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. 33 ഡോക്ടർമാരെ മെമ്മന്റോ നൽകി ആദരിച്ചു. യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹരീഷ് കുമാർ, ഡോക്ടർ സന്തോഷ് മോഹൻ, ഡോക്ടർ ജെയിൻ, ഡോക്ടർ ഗിൽബർട്ട് പി പോൾ, ഡോക്ടർ ബിനോയ് വർഗീസ്, ഡോക്ടർ അരുണ ഭട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. യോഗത്തോടനുബന്ധിച്ച് ഡോക്ടർമാരുടെ കുടുംബസംഗമവും കലാപരിപാടികളും നടന്നു.
കലാകാരൻ VS ബാലകൃഷ്ണൻ മാസ്റ്ററുടെയും ശിഷ്യന്മാരുടെയും ചിത്ര പ്രദർശനം ലളിതകല ആർട്ട് ഗാലറിയിൽ ജനുവരി 23 മുതൽ 27 വരെ പ്രദർശിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് 23 രാവിലെ 10:30 പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. സെക്രട്ടറി രാജി ആർ പിള്ള ബാലകൃഷ്ണൻ മാസ്റ്ററുടെ കവിതകളുടെ പുസ്തകം പ്രകാശനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ശങ്കർജി വല്ലച്ചിറ ഗോപി, MK കേശവൻ, ഡേവിസ് ചക്കാലക്കൽ, AR ഗംഗാധരൻ എന്നിവർ പങ്കെടുത്തു. ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ പുല്ലഴി 25ാം വാർഷികം വളരെ വിപുലമായി ആഘോഷിച്ചു. പുല്ലഴിയിലുള്ള ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിന്റെ CBSE സ്കൂളിന്റെ 25ാം വർഷം മുൻ DGP ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്മൽ രാമകൃഷ്ണൻ സ്കൂളിന്റെ 25 വർഷത്തെ നാൾ വഴികളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയായ ശ്രീശങ്കരം പ്രകാശനം ചെയ്തു. സ്കൂൾ അഡ്വൈസറി കമ്മിറ്റി അംഗം മീര വർമ്മ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീലേഖ PK വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്വാമി ചിത്പ്രകാശ് ജിയും SS ശ്രീകുമാർ എന്നിവരും സംസാരിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ സാജൻ C ജോർജ്, PTA പ്രസിഡന്റ് സരിത AS, സ്കൂൾ അഡ്വൈസറി കമ്മിറ്റി മെമ്പർമാരായ സുരേഷ് മേനോൻ, ഡോക്ടർ CV ലാൽ എന്നിവർ ആശംസകൾ നേർന്നു. ഡോക്യുമെന്ററി ശ്രീശങ്കരം തയ്യാറാക്കിയ ലിൻഡ ടീച്ചറെ ആദരിച്ചു. ഐശ്വര്യ ദിലീപ് നന്ദി അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഡോക്ടർ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ഇറ്റ്ഫോക്ക് അരങ്ങിൽ. ഫ്രാങ്കൻസ്റ്റൈൻ പ്രോജക്റ്റ് ഇറ്റ്ഫോക്കിലെ ഉദ്ഘാടന നാടകം മലയാളികൾക്ക് ഏറെ സുപരിചിത കഥാപാത്രമാണ് വിഖ്യാത എഴുത്തുകാരി മേരി ഷെല്ലിയുടെ ഡോക്ടർ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ. ഈ കഥാപാത്രം ഇറ്റ്ഫോക്കിലെ അരങ്ങിൽ എത്തുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിലെ ഉദ്ഘാടന നാടകമായ ഫ്രാങ്കൻസ്റ്റൈൻ പ്രോജക്റ്റിലെ കേന്ദ്ര കഥാപാത്രമായാണ് ഡോക്ടർ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ഇറ്റ്ഫോക്ക് അരങ്ങിൽ എത്തുന്നത്. ഫ്രാങ്കൻസ്റ്റൈൻ എന്ന നോവലിനെ ആധാരമാക്കിയാണ് ഇറ്റ്ഫോക്കിലെ ഉദ്ഘാടന നാടകമായ ഫ്രാങ്കൻസ്റ്റൈൻ പ്രോജക്റ്റ് രൂപകൽപ്പന ചെയ്തത്. അർജന്റീനയിൽ നിന്നുള്ള ലൂസിയാനോ മൻസൂർ എന്ന നാടക സംഘമാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. ഇറ്റ്ഫോക്കിലെ 1ാം ദിനമായ ജനുവരി 25 ഉച്ചയ്ക്ക് 3 മണിക്കും 2ാം ദിനമായ ജനുവരി 26 രാവിലെ 9:30 ഉച്ചയ്ക്ക് 3 മണിക്കുമാണ് അക്കാദമിയിലെ ബ്ലാക്ക് ബോക്സിൽ നാടകം അരങ്ങേറുന്നത്. ഈ നാടകത്തിൻ്റെ മുഴുവൻ ഓൺലൈൻ ടിക്കറ്റുകളും ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ വിറ്റുപോയി. ഈ നാടകത്തിൻ്റെ ഓഫ്ലൈൻ ടിക്കറ്റുകൾ നാടകം അരങ്ങേറുന്ന ദിവസം രാവിലെ 9 മണിക്കും നാടകം ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുൻപും അക്കാദമി ക്യാമ്പസിലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും വാങ്ങാൻ കഴിയും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം വിളംബര ജാഥ സംഘടിപ്പിച്ചു. വികസിത തൃശൂർ സംസ്ഥാനത്തിന് നിർണായകമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആർട്ടോസ് താഴത്ത്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവർ സ്ഥാനാർത്ഥികളായി ഒല്ലൂരിന് വേണ്ടെന്ന് സേവ് കോൺഗ്രസ് പോസ്റ്റർ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം മാറ്റിവെച്ച് ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം കൈമാറി ചെമ്പംകണ്ടം ഗ്രാമം. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.